ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പം ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലം വരെ പോവുകയാണ്. അപ്പോൾ ആ സ്ഥലത്തിലെ വിശേഷങ്ങൾ പങ്കുവെക്കാം. അപ്പോൾ കൂട്ടത്തിൽ ഇന്ന് കാലത്തെ കാര്യങ്ങളും കാണിക്കാം കേട്ടോ. അപ്പോൾ അമ്മയ്ക്കും നിക്കിക്കും ഇഡ്ഡലി ഉണ്ടാക്കുകയാണ്. ഞങ്ങൾക്ക് പത്തിരിയും ചിക്കൻ കറിയും ആയിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ പത്തിരിയൊന്നും കഴിക്കില്ല, അതുപോലെ ചിക്കനും മീനൊന്നും കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. 2-3 തരം പലഹാരമൊക്കെ ഉണ്ടാക്കണം. പിന്നെ അതുപോലെ തന്നെ ചക്കക്കുരും കയ്പ്പയ്ക്കും കൂടിയിട്ടാണ് ഉപ്പേരി. ഈ കാലഘട്ടങ്ങളിൽ ചക്കക്കുരു, മാങ്ങ, മുരിങ്ങക്കായ, വെള്ളരിക്കൊക്കെ കറി ഒരു രസം തന്നെയാണ് അല്ലേ. പിന്നെ അരിത അടുപ്പത്തല്ല, നമ്മൾ സ്റ്റൗവിൻ്റെ മീതയ്ക്ക് വെച്ചിട്ടുണ്ട്. പണികളെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ധൃതി പിടിച്ചിട്ട് ഓടുകയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും കടാച്ചിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. ഓടിയിട്ട് എനിക്ക് വയ്യാന്ന് തോന്നൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുക, ഇൻസുലിൻ കൊടുക്കുക, മെഡിസിൻ കൊടുക്കുക, പിന്നെ മരുന്ന് നമ്മൾ സിറപ്പുകളുണ്ട് അത് കൊടുക്കുക, അതൊക്കെ വീഡിയോ എടുക്കുക, എഴുതിപ്പിക്കുക, ഇതൊക്കെ നമ്മൾ ചെയ്യണുണ്ട്. എന്നാലും ഇങ്ങനെ ചിലപ്പോൾ എനിക്ക് മതിയായി തോന്നും കേട്ടോ ഓരോന്നിങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് കുണ്ടുകാട് വഴിക്കാണ് കേട്ടോ. കുണ്ടുകാട് വഴിക്ക് തൃശ്ശൂർ പോകുന്ന റൂട്ടാണിത്. റോഡൊക്കെ നല്ല വീതിയായിട്ടുണ്ടല്ലോ. ഇത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വാഹനം കൂടുതലാണ് കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാവരും ഈ റോഡിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ഈ റോഡിലൂടെയുള്ള ഗതാഗതം നമ്മൾ തിക്കും തിരക്കും ആയി തുടങ്ങി. പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല, നമുക്ക് നല്ല സ്പീഡിൽ സുഖമായിട്ട് നല്ല പോവായിരുന്നു കേട്ടോ. ഇപ്പോൾ അങ്ങനെയല്ല, നല്ല വാഹന കുരുക്കനുണ്ട് ഇപ്പോൾ. അപ്പം നമ്മൾ ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ ഇനി താണിക്കുടം സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ വലത്തോട്ട് തിരിഞ്ഞാൽ നമുക്ക് രാമവർമ്മപുരത്തേക്ക് പോകുന്ന റോഡും, ഇടത്തോട്ട് തിരിഞ്ഞാൽ താണിക്കുടം ക്ഷേത്രത്തിൻ്റെ അത് കൂടെ കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വലത്തോട്ട് തിരിഞ്ഞാൽ നമുക്ക് മാടക്കത്ര വഴി നമ്മൾ മണ്ണുത്തിയിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ഈ രണ്ട് റൂട്ടിലേക്കും നമ്മൾ എറണാകുളത്തേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വഴി ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എത്താൻ പറ്റുന്നത് തന്നെയാണ് കേട്ടോ, ട്രാഫിക് അധികം ഇല്ലാതെ. പക്ഷേ ഞാൻ പറഞ്ഞു, ആദ്യത്തിനേക്കാളും ഇപ്പോൾ ട്രാഫിക് കൂടുതലായിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഇത്രയും കൂടിയും കൂടുതലാണ്ട് കുറയൊന്നുമില്ലല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ താണിക്കുടം സെൻറ്ററിലെത്തി കണ്ടോ. വലത്തോട്ട് പോയാൽ നമ്മൾ രാമവർമ്മപുരം, ചെറൂര്, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക അശ്വിനിയുടെ അവിടേക്ക് എത്താം. അതുപോലെ തന്നെ നമ്മുടെ ജവഹർലാൽ സ്റ്റേഡിയം ഉണ്ടല്ലോ, ബാലഭവൻ, അവിടേക്ക് എത്താം കേട്ടോ. അപ്പോൾ നമ്മൾ ഇടത്തോട്ട് പോവുകയാണ്. ഇടത്തോട്ട് കൂടെ പോയി കഴിഞ്ഞാലാണ് മാടക്കത്തറ എന്ന സ്ഥലം കേട്ടോ. അപ്പം നമ്മൾ പോകുന്നത് വേറെ എവിടേക്കും അല്ല, കുറച്ച് മാവുകൾ, പ്ലാവ്, അങ്ങനത്തെ ഇതൊക്കെ മേടിക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പറയും മണ്ണുത്തിയിൽ പോയിട്ട് വാങ്ങിക്കാം. നമ്മൾ മണ്ണുത്തിയിലേക്കല്ല പോവാറ്. ആദ്യമൊക്കെ മണ്ണുത്തിയിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയണില്ല. ഇപ്പം നമ്മൾ പോവാറ് മാടക്കത്തറയ്ക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇടത്തോട്ട് തിരിഞ്ഞ് ഞാൻ ഇതുവഴി പോയിട്ട് താണിക്കുടം അമ്പലമൊക്കെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്, പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ കൂട്ടുകാർക്ക് അറിയുണ്ടാവില്ല, പഴയവർ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ താണിക്കുടത്തുനിന്ന് നമ്മളിങ്ങനെ പോകുമ്പോൾ ഇടതുഭാഗത്ത് താണിക്കുടം സ്കൂളും അതുപോലെ പഞ്ചായത്ത് കാര്യാലയമൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ചും കൂടി മുമ്പിലേക്ക് ഇതുവഴിക്ക് നമുക്ക് പോകാൻ തോന്നും അമ്പലത്തേക്ക്. കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയി ഒരു പാലം കടന്നു കഴിഞ്ഞാൽ ഇടത്തോട്ട് തിരിഞ്ഞാലാണ് താണിക്കുടം അമ്പലം. അവിടുന്ന് നമ്മൾ വലത്തോട്ടാണ് തിരിഞ്ഞ് പോകുന്നത് മാടക്കത്തറയ്ക്ക് കേട്ടോ. അപ്പോൾ ആ റോഡ് ചെറിയ റോഡാണ്. നമ്മൾ 2 വാഹനങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് പോകാൻ പറ്റും, അത്ര തന്നെ ഉള്ളൂ. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞാൽ റോഡ് വീതിയാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മാടക്കത്തറ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും ഇതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു ഗാർഡൻ പോലെ അവരുണ്ടാക്കിയിട്ട് ചെടികളും എല്ലാം വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇവിടുന്ന് തുടങ്ങുകയായി കണ്ടോ. എല്ലാ സ്ഥലത്തും ഇങ്ങനെ ചെടികളൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തുടക്കത്തിലും കയറുന്നില്ല, അവസാനത്തേക്കും പോകുന്നില്ല, ഇടയ്ക്ക് വെച്ചിട്ടാണ് കയറുന്നത്. അപ്പോൾ ആരാണ് എന്താ ഒന്നും നമുക്ക് അറിഞ്ഞിട്ടല്ല. നമ്മളതിനെ ചിലപ്പോൾ അവർ പറഞ്ഞ് പറ്റിക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ വില പേശാനൊന്നും പോകണില്ല, പറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ എടുത്തിട്ട് പോരുകയാണ് കേട്ടോ. എന്തായാലും നമ്മുടെ കാര്യം നടക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇങ്ങനെ കുറച്ച് ദൂരം ചെന്നപ്പോൾ ഈ ബോൺസായികൾ മാത്രമുള്ള ഒരു ഹോൾസെയിലും റീറ്റെയിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതിന് ലക്ഷങ്ങളൊക്കെ വരുന്നുണ്ടാവും. ഇത് മാടക്കത്തറ പഞ്ചായത്ത് കാര്യാലയമാണ് കേട്ടോ. ഇവിടുന്ന് നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞിട്ട് പിന്നെ വലത്തോട്ട് തിരിഞ്ഞിട്ടാണ് പോവുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മാടക്കത്തറയ്ക്ക് എത്തുന്നത്. അപ്പോൾ ഞാൻ അതിങ്ങനെ കാണിച്ചു എന്ന് മാത്രം. അങ്ങനെ നമ്മൾ പോയിട്ട് ഇവിടെയൊക്കെ കണ്ട് ഗാർഡനുകൾ 2 സൈഡിലെ വീടുകളിലും. എന്നിട്ട് നമ്മളിങ്ങനെ കുറച്ച് ദൂരം പോയി. ഇപ്പോൾ ബോൺസായികൾ നമ്മൾ ഹോൾസെയിലും റീറ്റെയിലായിട്ട് കണ്ടു. അപ്പോൾ അങ്ങനെ ഹോൾസെയിലും റീറ്റെയിലും കണ്ട സമയത്ത് അവിടെ ചെന്നപ്പോൾ എന്ത് ഭംഗിയായിരിക്കുന്നത് കാണാൻ അറിയാം. പക്ഷേ നമുക്ക് ബോൺസായികളൊന്നും വേണ്ട, പിന്നെ ലക്ഷങ്ങൾ വേണ്ടി വരും ചിലപ്പോൾ അതിന്. നമ്മൾ ഒരു വീടാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ വലിയതൊക്കെ ആയിട്ട് ഉണ്ടാക്കലൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ. അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാണ് ബുദ്ധിമുട്ട്. എപ്പോഴും നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധനങ്ങളാണെങ്കിലും എല്ലാം നമ്മൾ കുറച്ച് തന്നെ നല്ലത് അല്ലേ. ഞാനും എപ്പോഴും അങ്ങനെ തന്നെയാണ് പറയുക. അപ്പം നമ്മൾ ആദ്യം ഇവിടെ ഒന്ന് കയറിയിട്ടത്
ചെറിയൊരു ഇതാണ്, എന്നാലും അവിടെ നിന്ന് കയറി. അപ്പോൾ അവിടെ മാവും പ്ലാവും ഉണ്ടെങ്കിലും കൂടിയിട്ട് പലതരത്തിലുള്ളതൊന്നുമില്ല. ഇതൊക്കെ ഉണ്ട് ബോൺസായിയുടെയാണ് കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റും അങ്ങനെ തന്നെ എന്ത് ഭംഗിയെ കാണാൻ അറിയുക. അപ്പോൾ അതിൻ്റെ തൊട്ട് ബാബൂസ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ട് കേട്ടോ. സുരേഷ് ബാബു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ അങ്ങനെ ഇതുപോലെ കുറച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ പുറത്ത് നമ്മൾ ബാക്കിലും അവർക്കൊരു പറമ്പുണ്ട് കേട്ടോ, അതിലും ഉണ്ട് കേട്ടോ, ഒരു ഫാം പോലെ ഇങ്ങനെ ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടെയൊക്കെ നടന്ന് കണ്ടു. അതുപോലെ ഇവിടെയും നമ്മൾ നടന്ന് കണ്ടു. നിറയെ ഫ്രൂട്ട്സും അതുപോലെ തന്നെ മാവ്, പ്ലാവ്, റംബൂട്ടാൻ, അബിയോ, പിന്നെ വേറെ എന്തൊരു പേര് ഞാൻ കേൾക്കാത്തതുണ്ട്. അതുപോലെ മാംഗോസ്റ്റൈൻ എന്ന് വേണ്ട എല്ലാ തരത്തിലുള്ളത് ഫ്രൂട്ട്സും ഉണ്ട്. ഓറഞ്ച് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ കുറേ അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ മാവും പ്ലാവും അതുപോലെ തന്നെ കുറച്ച് ഈ റംബൂട്ടാൻ്റെയും പിന്നെ കുടംപുളി അങ്ങനത്തെ ഒക്കെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഓറഞ്ച്, നമ്മൾ നാരങ്ങ പിഴിയുന്നതിന് പകരം ഈ ഓറഞ്ച് പിഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്മെല്ലാണ്, അതുപോലെ നല്ലതാണ്. ഇത് പുളി കൂടുതലാണ്, മധുരമില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പൂങ്കാവനാക്കാമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, എന്നാലും നമ്മുടെ പറമ്പൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ടല്ലോ, നിറച്ച് പുല്ല് വന്നിട്ടുണ്ടെങ്കിൽ പുല്ലൊക്കെ ചെത്തി കളഞ്ഞിട്ട് വേണം. അപ്പോൾ കുറച്ച് മരങ്ങൾ ഇങ്ങനെ വെക്കാമെന്ന് വെച്ചിട്ടാണ്. ഇനി അതൊക്കെ സെറ്റായിട്ട് വന്നാൽ ഇനി നമുക്ക് മേടിച്ച് വെക്കാമല്ലോ, ഒന്നിച്ച് എല്ലാം കൂടി കൊണ്ടുവരണ്ടല്ലോ. അപ്പോൾ നമ്മൾ വാങ്ങിച്ചത് അവർ പെട്ടിയോട്ടോയിൽ ഇവിടെ എത്തിച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവരോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ പറമ്പിൽ അതൊക്കെ വെക്കുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ള എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം.